നമ്മുടെ എല്ലാം വീടുകളിൽ പണ്ടുണ്ടായിരുന്ന ഓട്ടുപാത്രങ്ങൾ, ഉരുളികൾ, അത് ഇങ്ങനെ വാർത്തെടുക്കുന്നത് ചെമ്പ്, ഈയം ഇവയെല്ലാം പല വ്യത്യസ്ത അനുപാതങ്ങളിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ഒരു ഉരുളി ആയിട്ട് മാറുകയാണ്. ഇതാണ് ബന്ധങ്ങളുടെ സമവാക്യം എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ ആ വ്യത്യസ്ത ദിശയിൽ വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകൾ ഒരുമിച്ച് ഒരു ഉരുളി പോലെ ഒരു കുടുംബമായിട്ട് മാറുന്നത് അത് വലിയൊരു രസതന്ത്രമാണ്. ഈ രസതന്ത്രം മാനസാന്തരത്തിൻ്റെ രസതന്ത്രമാണ്. മനസ്സിൻ്റെ യോജിക്കലാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഇതേപോലെ മാനസാന്തരത്തിൻ്റെ വാക്താക്കളായി നല്ല കുടുംബം വാർത്തെടുക്കുന്ന മനുഷ്യരാകാൻ ഈ നൊയമ്പ് കാലത്തിൽ നമ്മൾ ബദ്ധശ്രദ്ധരാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പണ്ട് കാലങ്ങളിൽ മനുഷ്യർ വാഴയിലയിൽ ഭക്ഷണം കഴിച്ച കാലമുണ്ടായിരുന്നു. വാഴയിലയിൽ ഭക്ഷണം കഴിച്ചപ്പോൾ 3-4 പേര് കൂടി ഒരുമിച്ച് ഒരു ഇലയിൽ ചോറും കറികളൊക്കെ ഇട്ട് 4 സൈഡിലും ഇരുന്ന് കഴിച്ചിരുന്ന ഒരു കാലം പുരോഗമിച്ചു. മെറ്റൽ പ്ലേറ്റുകളിലേക്ക് വന്നു. മെറ്റൽ പ്ലേറ്റുകളിലേക്ക് വന്നപ്പോഴും തട്ടലും മുട്ടലും അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അത് പൊട്ടിപ്പോകുമായിരുന്നില്ല. ചെറിയ ചിളക്കമേ സംഭവിക്കുമായിരുന്നുള്ളൂ. അതിനെ നമുക്ക് നിവർത്താനായിട്ട് സാധിച്ചിരുന്നു. വീണ്ടും പുരോഗമിച്ചപ്പോൾ ഗ്ലാസ് പാത്രങ്ങളായി. ഗ്ലാസ് പാത്രങ്ങൾ വളരെ എളുപ്പം പൊട്ടിപ്പോകും. മനുഷ്യൻ്റെ പുരോഗതിക്കനുസരിച്ചിട്ട് കണ്ടുപിടിച്ച വേറൊരു സാധനമാണ് പേപ്പർ ഗ്ലാസ്, പേപ്പർ പ്ലേറ്റ് എന്ന് പറയുക. ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവസ്ഥമാണ്. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് എറിഞ്ഞു കളയുന്ന വസ്തുക്കളാണ്. നോക്കുക, ആധുനിക യുഗത്തിൽ നമ്മുടെ മനുഷ്യബന്ധങ്ങളും ഇതേപോലെ ഉപയോഗിച്ചിട്ട് എറിഞ്ഞു കളയുന്ന രീതിയിലേക്ക് ഇന്നത്തെ ബന്ധങ്ങൾ മാറ്റപ്പെട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ഈ മനസ്സുകൾ തമ്മിലുള്ള അന്തരം. മനുഷ്യനെ മനുഷ്യനായിട്ട് കരുതാതെ മനുഷ്യനെ ഒരു പ്രത്യേക വസ്തുവായിട്ട്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു വസ്തുവായിട്ട്, അല്ലെങ്കിൽ അവനിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഫലത്തെ അങ്ങനെ ഉപയോഗിച്ച് തീർത്ത് എറിഞ്ഞു കളഞ്ഞ സംസ്കാരത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ ഈ മാനസാന്തരം, ഇങ്ങനെയുള്ള മനസ്സിൻ്റെ അന്തരം, ആ അന്തരം കുറച്ചു കൊണ്ടുവരിക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എവിടെയാണോ പിഴച്ചുപോയത്, എവിടെയാണോ ഈ ബന്ധം പൊട്ടിപ്പോയത്, അതിനെ വിളക്കിച്ചേർക്കാൻ ഈ മാനസാന്തര കാലഘട്ടം നമുക്ക് പ്രയോജനപ്പെടുത്താം. പുണ്യം പൂക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.